സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് സത്യവേദപുസ്തകത്തിലെ ഒരു തിരുവചനം വായിക്കുന്നു. സങ്കീർത്തനം 34 1-ാം തിരുവചനം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവിടുത്തെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 34-ാം സങ്കീർത്തനം രചിച്ചത് ദാവീദ് രാജാവാണ്. അദ്ദേഹം ദൈവത്തെ സ്തുതിച്ച്, ആരാധിച്ച്, കീർത്തിച്ച്, വാഴ്ത്തി, പുകഴ്ത്തി മഹത്വപ്പെടുത്തുകയാണ്. കാരണം ഈ സങ്കീർത്തനത്തിൽ പല വചനങ്ങളിലായി പറഞ്ഞിട്ടുണ്ട്. 34-ാം സങ്കീർത്തനം 4-ാം തിരുവചനത്തിൽ പറയുന്നത്, ഞാൻ യഹോവയോട് അഥവാ ദൈവത്തോട് അപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു എന്നാണ്. ഒന്നാമതായി ദാവീദ് രാജാവ് ദൈവത്തെ വാഴ്ത്തുവാനുള്ള കാരണമായി പറയുന്നത് തൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയെന്നാണ്. നാം എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമ്പോൾ നമ്മിൽ എത്ര പേർ ദാവീദിനെ പോലെ ദൈവത്തെ വാഴ്ത്തുന്നു അഥവാ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു? ഇത് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. ദൈവം നമുക്ക് നൽകുന്ന ചെറുതും വലുതുമായ ഉപകാരങ്ങൾക്ക് നാം നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളത് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അതുമാത്രമല്ല, അത് നമ്മുടെ കർത്തവ്യവുമാണ്. ഞാൻ കഷ്ടതയിലായിരുന്നപ്പോൾ, കണ്ണുനീരിലായിരുന്നപ്പോൾ, വേദനയിലും ബുദ്ധിമുട്ടിലുമായിരുന്നപ്പോൾ, എല്ലാറ്റിനുപരിയായി ദാവീദ് പറയുന്നത്, ഞാൻ ഭയത്തിലായിരുന്നപ്പോൾ. ദാവീദിന് ഭയപ്പെടുവാൻ എന്താണ് ഉണ്ടായിരുന്നത്? വളരെയധികം വിഷയങ്ങൾ ദാവീദിന് ഭയപ്പെടാനുണ്ടായിരുന്നു. തൻ്റെ കുടുംബത്തിലെ ഭാര്യ പിതാവ് പോലും അദ്ദേഹത്തെ കൊല്ലുവാനായി പല പ്രാവശ്യം ദൃഷ്ടി വച്ചിരുന്നു. മാത്രമല്ല, പല പ്രാവശ്യം പരിശ്രമിക്കുകയും ചെയ്തു. എന്തിനേറെ, സ്വന്തം മകൻ പോലും ദാവീദിന് ശത്രുവായി തീർന്നു. ഇങ്ങനെ കുടുംബത്തിലുള്ളവരാൽ, അതുപോലെ സ്വന്തം ജനങ്ങളാൽ, അന്യജാതികളാൽ ദാവീദിന് പ്രാണഭയം പല പ്രാവശ്യമുണ്ടായി. ആ സമയത്തൊക്കെ ദാവീദ് രാജാവ് ചെയ്തത്, ഓടി ദൈവസന്നിധിയിൽ മുട്ടുകുത്തുകയായിരുന്നു. അത് ദാവീദിൻ്റെ ഒരു ശീലമായിരുന്നു. തനിക്കെപ്പോഴൊക്കെ മാനസികവും ശാരീരികവും ആത്മീയവുമായ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും വരുമോ, അപ്പോഴൊക്കെ ഓടിച്ചെന്ന് ദൈവസന്നിധിയിലായിരുന്നു പ്രാർത്ഥിക്കുന്ന അനുഭവം. ഇത് നമുക്കും അനുകരിക്കുവാൻ, മാതൃകയാക്കുവാൻ വളരെ നല്ല ഒരു ശീലമാണ്. ഇങ്ങനെ ദാവീദ് തൻ്റെ ജീവിതത്തിലുണ്ടായ പല പ്രതിസന്ധികളിൽ കഷ്ടതയിലായപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുകയും ചെയ്തു. 34-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നത്, ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു വന്നു.
സകല കഷ്ടങ്ങളിൽ നിന്നും എന്നാണ് എഴുതിയിരിക്കുന്നത്. അതേ പ്രിയമുള്ളവരെ, ഈ ദാവീദ് എന്ന ഭക്തൻ എല്ലായ്പ്പോഴും ദൈവത്തെ വാഴ്ത്തുവാൻ അഥവാ ആരാധിക്കുവാൻ അദ്ദേഹം പറയുന്നത്, ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി, എൻ്റെ സകല കഷ്ടതയിൽ നിന്നും എന്നെ വിടുവിച്ചു, അതുകൊണ്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തും. നമുക്കും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ, അതുപോലെ നമ്മെ കഷ്ടതകളിൽ നിന്ന് വിടുവിക്കുന്ന ദൈവത്തെ വാഴ്ത്താം, പുകഴ്ത്താം, ആരാധിക്കാം, മഹത്വപ്പെടുത്താം, നന്ദിയുള്ളവരായിരിക്കാം. ആമേൻ.